അവൻ്റെ മനസ്സ് മൊത്തം സിനിമയാണ്. ഇത് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയ സിനിമ, ഓരോ സിനിമ, എല്ലാ ഒറ്റ സിനിമയും വിടത്തില്ല, എല്ലാ സിനിമയും. പ്ലസ് ടു ഉള്ള സമയത്ത് അവൻ ജിമ്മിൽ പോകുമായിരുന്നു. ആ ജിമ്മിൽ നിന്നാണ് ഇവൻ ഈ മോഡലിങ്ങിന് പോകുമായിരുന്നു അന്നേരം. ആ സമയത്ത് അങ്ങനെ പോയി പിന്നെ ഇതായ ചെറിയ ആൽബമൊക്കെ ആയപ്പോഴാണ് പിന്നെ സിനിമ ആണ് പിന്നെ മനസ്സ് മൊത്തം. പവർ റൂമിലാണ്. അപ്പോൾ ഒരു ഹോട്ടൽ ടാസ്ക് ഉണ്ടായിരുന്നു. അത് അവനെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർത്തി. ഞങ്ങൾ പബ്ലിക്കായിട്ട് ഇത്രയും പ്രേക്ഷകർ കാണാൻ അടച്ച ആക്ഷേപിച്ചപ്പോൾ ഞങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി. മൈൻഡെല്ലാം ഭയങ്കര ഇതായിരുന്നു. മെൻ്റലി ഞാൻ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. അതുകൊണ്ടാണ് നല്ല എന്തെങ്കിലും ആട്ടെ എന്ന് തന്നെ വെച്ചു. എല്ലാവരും വരുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ആയാലും അല്ലെങ്കിൽ ഒരു സിനിമയിൽ വരുന്നതും എല്ലാം നേരായ മാറും. അല്ലാതെ അഭിഷേക് ഒരു തരികിടകൾ കാണിച്ചിട്ടൊന്നും വന്നതല്ല. പിന്നെ ആരും അങ്ങനെ ഒതുക്കി ഇരുത്താമെന്ന് ശ്രമിക്കേണ്ട. ഞാൻ അങ്ങനെ ഇരിക്കില്ല. ഞാൻ അതിന് മറുപടി കാണിച്ചു തരുന്നു. ഇപ്പം നമ്മൾ വളർന്നു വരുന്ന ശീലങ്ങളാണ്. അല്ലാതെ പെട്ടെന്ന് പോയിട്ട് വഴക്കുടിക്കാൻ ഇവിടെ ഗുണ്ടാ സെറ്റിലൊന്നും ഉള്ളതല്ല. ഞാൻ എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു 600 രൂപയ്ക്ക് എൻ്റെ മൊബൈലിൽ നിന്ന് ഫോൺ ചാർജ് ചെയ്യാൻ കുത്തി ചാർജ് ചെയ്തില്ലെന്ന് പറയും. 2 ദിവസം കഴിയുമ്പോൾ പറയും അപ്പം പൈസ തന്നില്ല. അഭിഷേകിന്റെ ഗെയിമിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടുണ്ടോ? അവിടെ കാണിക്കുന്ന ഗെയിം അവിടെ ഇല്ല. അത് ഞാൻ ചോദിച്ചപ്പോഴേ പറഞ്ഞ ഒന്നുമില്ല. എനിക്ക് ഫിസിക്കൽ ടാക്സിനെല്ലാം ഞാൻ താർക്കും, ഇങ്ങനെ തന്നെ ഇതിലും കടുപ്പായിട്ട് ഞാൻ കൊണ്ടുപോകും എന്നാ അവൻ പറഞ്ഞു. അല്ലാതെ ഒന്നുമില്ല. ഞാൻ അപ്പം വേറെ കാര്യങ്ങളൊന്നും ഞാൻ വേറെ ഒന്നും ഇടപെടാറില്ല. വേറെ ഒരു വള്ളിക്കെട്ട് ഞാൻ എടുക്കില്ല എന്നെ പറഞ്ഞത് ഒന്നുമില്ല. പുള്ളി നോക്കിയിരുന്ന അതേ ഉള്ളൂ. ഇപ്പം മെനഞ്ഞാൽ തന്നെ അപ്സരയും വേറെ ജാസ്മിനോട് വഴക്കുണ്ടാകുമ്പോൾ ഇവരെ അവിടെ ഇരുന്ന് ഇങ്ങനെ അത് ട്രോള് കണ്ടായിരുന്നു. ഇങ്ങനെ ഉപ്പേരി കുറച്ചുകൊണ്ട് അവിടെ ഇരുന്നത് കണ്ട് ആസ്വദിക്കുന്നത്. ഏതാണ്ട് IPL ഫുട്ബോൾ കിടക്കുന്നവർ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊന്നും ഇടപെടാൻ പോകില്ല അവൻ. ഒന്നുമില്ല, അങ്ങനെയുള്ളതൊന്നുമില്ല. ഇല്ലില്ല. അതെ. പക്ഷെ അതിനൊന്നും അവന് താല്പര്യമില്ല. ഇതൊക്കെ ഉള്ളത് മതി എന്നുള്ളതാ. കൂടുതൽ സംസാരിക്കുന്ന പുള്ളിക്കാരന് ഇഷ്ടമല്ല. കൂടുതൽ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയും. പിന്നെ അതിലിവിടെ ആരെങ്കിലും വന്നാൽ തന്നെ അവൻ ജസ്റ്റ് ഇറങ്ങി വരും, റൂമിൽ നിന്ന് ഇറങ്ങി വരും, കാണും, ഹായ് എന്ന് പറഞ്ഞ് പോയാൽ പിന്നെ അവർ പോകുമ്പോൾ ചെന്ന് അവനോട് പറയണം ഞാൻ പോകാമെന്ന് പറയാം. അതുവരെ അവൻ ആ വഴിക്ക് വരില്ല. എന്താ സംസാരിക്കുന്നത് അതൊന്നും ഇടപെടത്തില്ല. ഉണ്ട്. കുഴപ്പമില്ല. നമ്മൾ അത് അവനായിട്ടൊന്നും ചെയ്യില്ല. നമ്മൾ പറയും ഇന്നത് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യും. പുറത്ത് പോയി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞാൽ പോകും, കൊണ്ടു കൊടുക്കും, അതൊക്കെ ഉള്ളൂ. അല്ലാതെ അവനായിട്ട് അറിഞ്ഞ് ചെയ്തില്ല. ഇങ്ങനെ ഇരിക്കും ഫുൾ ടൈം മൊബൈൽ. അവൻ്റെ മനസ്സ് മൊത്തം സിനിമയാണ്. ഇത് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയ സിനിമ, ഓരോ സിനിമ, ഒറ്റ സിനിമയും വിടത്തില്ല, എല്ലാ സിനിമയും. മലയാളം മാത്രമല്ല, തമിഴും ഇംഗ്ലീഷ് പടമാണ് കൂടുതൽ പോകുന്നത്. ഓരോ ഇംഗ്ലീഷ് പടങ്ങളെല്ലാം പോയി കാണും. സിനിമകൾ മൊത്തം കാണും, ഒന്നും വിടില്ല. പിന്നെ ബാക്കിയുള്ള സമയത്ത് മൊബൈലിൽ കാണാനുള്ള മൊബൈലിൽ കാണും, മൊബൈലും കണ്ടിങ്ങനെ ഇരിക്കും. അതേ ഉള്ളൂ. ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇവനെ ഇവര് സിനിമക്കാർ വിളിച്ചതായിരുന്നു. മോഡലിങ്ങിന് എനിക്ക് അതിൽ താല്പര്യമില്ലെന്ന് പറയുമായിരുന്നു. ഇവൻ പറയുമായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് താല്പര്യമില്ല, തന്നെ സിനിമയ്ക്കൊന്നും വരാൻ താല്പര്യമില്ല. അത് കഴിഞ്ഞ് ഇവൻ വീട്ടൊക്കെ കഴിഞ്ഞ് എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ ഈ സിനിമയുടെ അച്ഛനോട് പറഞ്ഞു 1 വർഷം ഞാൻ നോക്കട്ടെ, 1 വർഷം ഞാൻ പഠിക്കുന്നില്ല, നോക്കട്ടെന്നും പറഞ്ഞ അങ്ങനെ. അത് ഈ പ്ലസ് ടു ഉള്ള സമയത്ത് അവൻ ജിമ്മിൽ പോകുമായിരുന്നു. ആ ജിമ്മിൽ നിന്നാണ് ഇവൻ ഈ മോഡലിങ്ങിന് പോകുമായിരുന്നു അന്നേരം. ആ സമയത്ത് അങ്ങനെ പോയി പിന്നെ ഇതായ ചെറിയ ആൽബമൊക്കെ ആയപ്പോഴാണ് പിന്നെ സിനിമ ആണ് പിന്നെ മനസ്സ് മൊത്തം. കാരണം ഫീൽഡിലുള്ള കുറേ പേര് അവന് പരിചയമുള്ളവരുണ്ട് തന്നെ. അഭിഷേകിന് സ്ക്രീൻ സ്പേസ് അതിനകത്ത് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ. അത് ക്യാമറ ഉണ്ട്. പിന്നെ വേറെ കുറേ പെങ്കൊച്ചുങ്ങളില്ലേ, അതെല്ലാം ചീവീട് മാതിരി ഇങ്ങനെ അലച്ചുകൊടുക്കുമ്പോൾ അതാ ക്യാമറ കൂടുതൽ കാണിക്കുക. ഇവൻ അതിന് ഇടയ്ക്ക് കയറി ഓവർടേക്ക് ചെയ്ത് അങ്ങനെ സ്പേസ് ഉണ്ടാക്കി സംസാരിക്കാനൊന്നും പോകത്തില്ല. അവർ പറയണ ആ പാട്ടുമ്പോൾ ഞാൻ അവൻ്റെ പാട്ടിനങ്ങ് പോകും. അതുകൊണ്ടാണ് സ്പേസ് കിട്ടാത്തത്. അതെ അതെ, ഞാൻ കേട്ടു. അല്ല കാരണം അവരവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പറഞ്ഞത് എല്ലാം നല്ലതായിരുന്നു, എല്ലാം കുഴപ്പമില്ല, എല്ലാം അടിപൊളിയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ലാലേട്ടൻ വന്നിട്ട് ഇവരെ ഫോൺ ചെയ്ത് ലൈവിൽ കൊണ്ടുവന്ന് ചോദിക്കുമ്പം ഇതെന്ത് അമ്മിണി ലോഡ്ജ് മാതിരിയുണ്ട്, മൊത്തം പൂപ്പലും കാടും. പക്ഷേ കാടും പടലും പിടിച്ച് കിടക്കാൻ ഇത് ബിഗ് ബോസിൻ്റെ ഒരു സ്റ്റുഡിയോ ആണ്. അതിനകത്ത് അങ്ങനെയുള്ളതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവരിന്ന് ക്ലീൻ ചെയ്യുന്നില്ല, കുഴപ്പങ്ങളും എല്ലാം ഉണ്ടായിരിക്കാം, എന്തെങ്കിലും ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പറഞ്ഞത് എന്ന് വെച്ചാൽ കാടും പടലും ഇത് പായൽ പിടിച്ച് കിടക്കുക അതൊന്നും അല്ല. അവിടെ നല്ല ക്ലീനിങ്ങൊക്കെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ളൊരു സ്റ്റുഡിയോ അല്ല, അതൊരു സ്റ്റുഡിയോ അല്ലേ. അപ്പം അത് ഇവരെ മാനസികമായിട്ട് തളർത്താനേ ഞാൻ നോക്കിയിട്ട് എനിക്ക് അത് മനസ്സിലാക്കിയുള്ളൂ. എന്നിട്ട് അഭിഷേക് അവനപ്പോൾ ആ സമയത്ത് ഒരു ഹോട്ടൽ ടാസ്ക്, അതെ പവർ റൂമിലാണ്. അപ്പോൾ ഒരു ഹോട്ടൽ ടാസ്ക് ഉണ്ടായിരുന്നു. അത് അവനെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർത്തി. അവൻ പിന്നെ ഒന്നും ഇടപെടാതെ ഇങ്ങനെ കിടക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ ഗസ്റ്റ് പുറത്ത് വന്നിട്ട് പറഞ്ഞു ഒരു ആൺതരിയുണ്ട്, അത് അവനെ അവിടെ എന്തോ കണ്ണ് കിട്ടാതിരിക്കാൻ ഇത് ചെയ്യണം
എന്നൊക്കെ പറഞ്ഞു. അതൊരു വലിയൊരു ആക്ഷേപമായിട്ട്, കാരണം അതൊരു ടാസ്ക് ആണെങ്കിലും ഒരു ഗെയിം ആണെങ്കിലും അവനൊരു പേരൻസ് ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അല്ലെങ്കിൽ പപ്പയുണ്ട്, അമ്മൂമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അടച്ച അതിനകത്ത് വെച്ച് അങ്ങ് പബ്ലിക്കായിട്ട് ഇത്രയും പ്രേക്ഷകർ കാണാൻ അടച്ച ആക്ഷേപിച്ചപ്പോൾ ഞങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ സമാധാനിച്ചു, അതൊരു ഗെയിമല്ലേ, അവൻ അങ്ങനെ അനങ്ങാതിരുന്നിട്ടല്ലേ പറഞ്ഞത്. ഞാനിപ്പോൾ അവൻ ഉള്ളിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര മൈൻഡെല്ലാം ഭയങ്കര ഇതായിരുന്നു, മെൻ്റലി ഞാൻ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു, അതുകൊണ്ടാണ് നല്ല എന്തെങ്കിലും ആട്ടെ എന്ന് തന്നെ വെച്ചു. കാരണം ആ പവർ റൂമും ഈ വരുന്ന ഗസ്റ്റ് പിന്നെ അത് പറ്റുന്നില്ല, ഇത് പറ്റുന്നില്ല, ചോറ് താമസിച്ചെന്നാണ് അവർ പറയുന്നത്. അവിടെ സമയം അറിയാൻ ഒരു മാർഗ്ഗവുമില്ല, വാച്ചില്ല, അങ്ങനെയുള്ള ഒന്നുമില്ല. അപ്പോൾ ഏത് സമയം ഇവർ രാവിലെ കഴിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ അവർ ബാക്കിയുള്ള കറികളുണ്ടാക്കുന്നു, ചോറുണ്ടാക്കുന്നു, അതായി വരുന്ന ആ സമയമുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ചെന്ന് കയറുമ്പോൾ നമുക്ക് ഊഹിക്കാം ഇപ്പോൾ ഇത്ര മണിയായിട്ടൊന്ന്. ഇവർ 10-40 ദിവസം അല്ല 50 ദിവസം 60 ദിവസം കൊണ്ട് അത് ഇരിക്കുമ്പം ആ അടയാളങ്ങളൊന്നും അവർക്ക് പണ്ടത്തെ മാതിരി സൂര്യൻ അവിടെ വരുമ്പോൾ ഇത്ര മണി എന്ന് പറയാനുള്ള അങ്ങനെയുള്ള ജനറേഷൻ അല്ല അവർ. അവരുടെ ജീവിതം മൊത്തം മൊബൈലിൽ നോക്കുന്ന ടൈം ഇത് ചെയ്യുന്നവരാണ്. അപ്പോൾ അത് അങ്ങനെ അവർ അടച്ചാക്ഷേപിച്ചതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. പിന്നെ ഒരു ഗെയിമല്ലേ എന്ന് വിചാരിച്ചു. എല്ലാവരും വരുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ആയാലും അല്ലെങ്കിൽ ഒരു സിനിമയിൽ വരുന്നതും എല്ലാം നേരായ മാർഗ്ഗം, അല്ലാതെ അഭിഷേക് ഒരു തരികിടകൾ കാണിച്ചിട്ടൊന്നും വന്നതല്ല, നേരായ മാർഗ്ഗത്തിൽ കൂടെ തന്നെ വന്നതാണ്. അതിലിപ്പോൾ അവൻ അതിൽ കൂടെ അറിയപ്പെടുന്നതും ബിഗ് ബോസിൽ ലാലേട്ടൻ്റെ കൂടെ, ബിഗ് ബോസിൽ വന്ന ലാലേട്ടൻ്റെ കൂടെ ഉള്ള ആ ഒരു അഭിഷേക് ശ്രീകുമാറിനെ അവൻ അറിയപ്പെടുന്നതല്ല, അവൻ വേറൊരു തരികിട കാണിച്ചിട്ട് വന്നതല്ല. പക്ഷേ അപ്പോൾ അവനെ അങ്ങനെ ഇത്ര പ്രേക്ഷകർ കാണാൻ ആക്ഷേപിച്ചതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്, അത് തോന്നി. അത് അത്രയും വേണ്ടിയിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ് എന്ന് പറഞ്ഞു പോയിട്ട് പെട്ടെന്ന് അവർക്ക് പുറത്തു പോയപ്പോൾ ഒരു മനമാറ്റം വരാൻ ഉള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ആ മാധ്യമത്തിൽ നിന്ന് ലെറ്റർ വായിച്ചു കഴിഞ്ഞിട്ട് ലാലേട്ടന് പറഞ്ഞു, ഞാൻ അങ്ങനല്ല, എന്നെ ആരും അങ്ങനെ ഒതുക്കി ഇരുത്താമെന്ന് ശ്രമിക്കേണ്ട, ഞാൻ അങ്ങനെ ഇരിക്കില്ല, ഞാൻ അതിന് മറുപടി കാണിച്ചു തരുന്നു. ഇപ്പം നല്ല ടാസ്ക് എല്ലാം നല്ല ചെയ്യുന്നുണ്ട്, ഇപ്പം അവൻ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, അതേ ഉള്ളൂ. അത് അവന് ശീലമില്ലാത്തതുകൊണ്ടാണ്, ആരോടും അപ്പോൾ അത് പോകത്തില്ല. അത് നമ്മൾ വളർന്നു വരുന്ന ശീലങ്ങളാണ്, അല്ലാതെ പെട്ടെന്ന് പോയിട്ട് വഴക്ക് കുടിക്കാൻ അവൻ ഇവിടെ ഗുണ്ടാ സെറ്റിലൊന്നും ഉള്ളതല്ല. അവൻ അടങ്ങി അവര് 2 ഗസ്റ്റ് വന്നു, സാബുവും ശ്വേതാമേനോനും വന്നു. അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് ആയിട്ടാണ് നിങ്ങളും പോയത്. അതെ. അപ്പോ നിങ്ങൾക്ക് അവിടെ ചെന്നപ്പോ അവിടെ വൃത്തി കുറവ് തോന്നിയോ? ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എന്താ തോന്നിയത്? ഒന്നുമില്ല, ഒരു വൃത്തിക്ക് ഒരു കുറവുമില്ല. അവർ കഴിയുന്നവർ ചെയ്യുന്നുണ്ട്. നല്ലൊരു അന്തരീക്ഷം തന്നെയാണ്, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നീറ്റാണ്. ഇവർ പറഞ്ഞ മാതിരി അമ്മിണി ലോഡ്ജ് കയറിയിട്ടുമില്ല, നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല, പോയവർക്ക് അത് അറിയത്തുള്ളൂ. പക്ഷേ എനിക്ക് കണ്ടിട്ട് നല്ലൊരു ലക്ഷറി ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ലൊരു ഓഫീസ് ഇതുമാതിരി എനിക്ക് തോന്നി, അല്ലാതെ വേറൊന്നുമില്ല. അല്ലല്ല, നല്ല ക്ലീനാണ്, ഒരു കുഴപ്പമില്ല, ക്ലിയറാണ് എല്ലാം. പിന്നെ അവർ വന്നിട്ട് ഇവരുണ്ടാകുന്ന സമയത്ത് ബാത്റൂമൊക്കെ ക്ലീൻ ആയിരുന്നാണ് ഇവർ അവകാശപ്പെടാൻ പോകുന്നത്? ഇല്ല, ഇതൊരു സ്റ്റുഡിയോ ലൊക്കേഷൻ ചെയ്തതല്ലേ. അവർ വന്നിട്ട് 40 ദിവസം കൊണ്ട് എന്തായാലും അവിടെ പായൽ പിടിക്കും, ചെടി വളരത്തുമില്ല. അപ്പോൾ അവരെന്തുദ്ദേശിച്ചില്ല അത് പറഞ്ഞാൽ ഇനി ഇവരുടെ മൈൻഡ് ഇനി കുറച്ചുകൂടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് കുറച്ചുകൂടെ എന്തായിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാ എനിക്ക് മനസ്സിലായില്ല. അത് പക്ഷേ ഈ ഗസ്റ്റ് ചെല്ലുമ്പോൾ നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾ അവരോട് പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് കളിക്കൂ എന്ന് അവരുടെ തോളത്ത് കൈയിട്ടാണ് ഓരോ അച്ഛനും അമ്മമാരും പറഞ്ഞു പോകുന്നത്. ശരിയായിട്ടും ഈ ഗസ്റ്റിനെയും കയറ്റി വിട്ടത് മാറ്റി നിർത്തി നിങ്ങളുടെ ഗെയിം ചേഞ്ച് ആക്കണം, നിങ്ങൾ ഇങ്ങനെ കളിച്ചാൽ പോരാ എന്ന് ഇവരോട് പറയല്ലായിരുന്നു. ഇവര് അതും ചെയ്തു. എന്നിട്ട് ഇതിനിടയ്ക്ക് എന്നിട്ട് പറഞ്ഞു ഇത് ചോറ് ഇപ്പോഴാണ് പറഞ്ഞു, അഭിഷേക് നീ കുറച്ച് ഗെയിം മാറ്റി കളിക്കണം, നീ ഇങ്ങനെ കളിച്ചാൽ പോരാ. നമ്മൾ കണ്ടില്ല, എല്ലാവരും കൊള്ളാം എന്നേ പറഞ്ഞുള്ളൂ. അന്ന് പിന്നെ വലിയ അധികം ഗെയിമില്ല. അവർ പവർ റൂമിലായിരുന്നു. പവർ റൂമിൽ വെച്ചാൽ ഹോട്ടൽ ടാസ്കിൽ ഇവർ ഓണറാണ്. അത് തന്നെ അതിൽ തന്നെ ഇപ്പം നമ്മൾ ആ ഒരു ടാസ്ക് കൊടുത്തു കഴിയുമ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ അതിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ആ കണ്ണിൽ കാണാതെ അന്നേരം ആ കണ്ണിൽ വേണം കാണാൻ. ഇവർ കണ്ടത് ഈ കുട്ടികൾ പറഞ്ഞു വിട്ടല്ലോ, കിച്ചണിൽ നിന്ന് പറഞ്ഞു വിട്ടല്ലോ, കിച്ചൺ സ്റ്റാഫിനെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അവർ സമരം ചെയ്യുന്നു. ഇത് സമരം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കോമ്പൗണ്ടിന് വെളിയില്ല, അത് ഇതിനകത്ത് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇവർക്ക് അതിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ടാസ്ക് ഒരു ഗെയിം ആയതുകൊണ്ട് ഇവരുള്ളിൽ ചെയ്തു, അത് ഓക്കെ. അന്നേരം ഇതിലുടനെ ഒരു കമ്പ്യൂട്ടർ, ഒരു റോബോട്ട് വന്ന് ഓണർമാർ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് വന്ന് നിന്ന് സ്റ്റവ് ഓഫ് ചെയ്യത്തില്ല. അത് ചിലപ്പോൾ ആ കുട്ടിയുടെ ഒരു മനസ്സ് ചെയ്തായിരിക്കാം. ഉടനെ അപ്പോൾ വലിയൊരു വഴക്ക് നടന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ വെളിയിൽ കൊണ്ടുപോയി ചിപ്പ് മാറിയിട്ട് അവിടെ നിന്ന് തെറി വിളിക്കുന്നു.
ഇതൊന്നും അത് ചിലപ്പോൾ ഇതിനൊരു കോമഡി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ കണക്കാക്കാം. ഇതെല്ലാം എടുത്ത് അപ്പോഴത്തേക്ക് ഇവരുടെ ഈ പവർ റൂമിൽ ഉള്ളവരുടെ മൈൻഡ് ആകപ്പാടെ അങ്ങ് പോയി. അവർക്ക് അവർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അതിനിടയ്ക്ക് ഗസ്റ്റ് പറയേണ്ടത് ഇത്രയും താമസിച്ചില്ലേ ചോറ് കഴിക്കാൻ, നിങ്ങൾ അതിനെന്താ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുത്തത്? അങ്ങനെ അതെ ആ ചോറ് ഉച്ചയ്ക്കുള്ള ആഹാരം താമസിച്ചതിനാണ് അവർക്ക് പണിഷ്മെൻറ്റ് കൊടുത്ത് അവർ പുറത്താക്കിയത്. അത് ഇവർ തന്നെ അതിനെ ഇത് ചെയ്തു. കുട്ടികൾക്കറിയില്ല, അവർ വളർന്നു വരുന്നതല്ലേ, അവർക്ക് ബിസിനസ് സ്ഥാപനം നടത്തി. പക്ഷെ നമുക്കാണേ പറ്റും. അറിയണ്ടേ? നമ്മളിപ്പം വീട്ടിലാകുമ്പോൾ നമ്മൾ സമയം നോക്കാം 12:15 അല്ലെ 1:15. ഇത് വാച്ചും ഇല്ല, ഒരു മാർഗ്ഗവും ഇല്ലാത്തവരോട് താമസിച്ച് പറഞ്ഞാൽ എന്ത് ബേസിലാണ് താമസിച്ചെന്ന് പറയുന്നത്? അതിനൊക്കെ എനിക്ക് എതിർപ്പുണ്ട്. പിന്നെ ഇതൊരു പ്ലാറ്റ്ഫോം, ഒരു ഗെയിം ആണെങ്കിൽ ആ കണ്ണിൽ കാണുക. അവന് അതിനകത്ത് പെർഫോം ചെയ്യാനുള്ള കഴിവ് അതിനകത്തുണ്ട്. അവൻ പെർഫോം ചെയ്യുന്നുമുണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അവൻ ഇടപാടില്ല. അവൻ്റെ വ്യക്തിത്വം കളഞ്ഞ് അതിനകത്ത് പെരുമാറുന്നില്ല. അപ്പോൾ അത് നമുക്ക് കാണുന്നവർക്ക് അത് എങ്ങനെ വേണേലും വ്യാഖ്യാനിക്കാം. അതെ, ഞാൻ പറഞ്ഞിരുന്നു രാവിലെ എല്ലാവരും ടാസ്കിന് ഇത് ചെയ്യുമ്പോൾ ഡാൻസ് കളിക്കുമ്പോൾ നീ അറിയില്ലെങ്കിൽ 2-3 സ്റ്റെപ്പ് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വെക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു എനിക്ക് അങ്ങനെ ഡാൻസ് കളിക്കാൻ അറിയില്ല, താല്പര്യം. ഞാൻ പറഞ്ഞു അതല്ല, ഇതൊരു പ്രോഗ്രാമാണ്, അതിൽ നമുക്ക് അറിയില്ല എന്നുള്ള നമ്മളതിന് ശ്രമിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പം ഒരു നോക്കുകുത്തി അല്ലെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അതെ, ഒട്ടിപ്പിടിച്ച് അവൻ 2, 3, 1, 2, 3 സ്ഥാനത്തിൽ 4 സ്ഥാനത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജനങ്ങളെല്ലാം പ്രേക്ഷകർ മൊത്തം അവൻ നോക്കുകുത്തിയാണെങ്കിൽ ഇപ്പം എന്നെ വോട്ടില്ല അവന് പറഞ്ഞയക്കേണ്ടതല്ലേ? അവന് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, അവനെ ഇഷ്ടപ്പെടുന്ന ആരാധകരുണ്ടല്ലോ. അതിൽ നമുക്ക് സന്തോഷം. മോനെക്കുറിച്ച് ഇനി പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറയണമെന്ന് ഇല്ല. വളരെ കാമാൻ കോയറ്റായിട്ടുള്ള ഒരു കൊച്ചുമോനാണ് അവൻ. കാര്യമായിട്ട് വഴക്കുണ്ടാക്കാറില്ല. ഇവിടെ അവന് കൂട്ടുകാരൊന്നും അധികമില്ല. എവിടെ പോകാൻ ചോദിച്ചാൽ മാത്രം പറയും ഒരിടം വരെ പോവാന്ന്. അത് എങ്ങും പോവാന്നും പറയുകയില്ല. പിന്നെ ഞാനങ്ങനെ ദിവസവും ഇറങ്ങിപ്പോകുന്നവരോട് ചോദിക്കുകയില്ല നീ ഇവിടെ പോവാണ് ചോദിക്കുകയില്ല. എന്നാലും വളരെ മറ്റുള്ളവരുടെ കാട്ടിൽ ഒരു മെച്ചമായിട്ടുള്ള ഒരു ജീവിതശൈലിയാണ് അവൻ്റേത്. കാരണം അധികം കൂട്ടുകെട്ടില്ലാതെ അധികം ആരോടും വഴക്കുണ്ടാക്കാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ഒരാളാണ്. അതവൻ്റെ സാഹചര്യം. കള്ളും സിഗരറ്റും വലിക്കാതെ അവൻ്റെ അമ്മയുടെ പേര് കളയണ്ട എന്നുള്ളത് പറയുന്നുണ്ട്. ഞാനൊരു എക്സ് സർവീസാണ്, എനിക്ക് കുപ്പിയൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ഞാനിതൊന്നും ചെയ്യാറില്ല. അപ്പം അത് കണ്ടുപഠിക്കുന്നില്ല, ഞാൻ പഠിക്കുന്നില്ല. അപ്പൊ എന്നെ കണ്ടുപഠിക്കുന്നില്ല അവന്. അപ്പൊ അതുകൊണ്ട് അവനും ചെയ്യുന്നില്ല. അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു മോനെ വളർത്താൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അല്ലേ? മലയാള സിനിമയിൽ ഒരു നല്ല നടനാവട്ടെ എന്നും ആഗ്രഹിക്കാറില്ലേ ഇടയ്ക്കൊക്കെ? അവന്റെ ആഗ്രഹമല്ലേ അത്? നടക്കട്ടെ. 100% ആഗ്രഹിക്കാൻ ഇരിക്കാൻ ഒക്കുകയല്ലോ. ഇപ്പം പറഞ്ഞാൽ മോഹൻലാലിനെ കൂട്ട ആകണമെന്ന് വരെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ നമ്മൾ അത്രയും ആഗ്രഹിച്ചെങ്കിൽ എന്തെങ്കിലും ചെറിയ സീനൊക്കെ ആകത്തുള്ളൂ. അതെ, അതുകൊണ്ട് ആഗ്രഹമുണ്ട്, പ്രാർത്ഥനയുണ്ട്. തീർച്ചയായിട്ടും. ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാറുണ്ടോ കൊച്ചുമോന്റെ? അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല. അവന് ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നും അവന് ഒരു താല്പര്യമുള്ളവനല്ല. പിന്നെ അതുപോലെ തന്നെ അമ്പലത്തിൽ പോവുക അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല. പൊതുവെ ഒരു നോർമൽ ആണ്, കുഴപ്പക്കാരനല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ മധുരമൊക്കെ ഇഷ്ടമാണോ മോനെ? ബിഗ് ബോസിൽ പോകാൻ ഇതിലെ ഈ ജിമ്മിനൊക്കെ പോകുന്നതുകൊണ്ട് മധുരം ഒന്നും അങ്ങനെ കഴിക്കില്ല. കഴിപ്പ് കുറവാണ്. ശർക്കരയിലെ ഒരുപിടി ചോറ്, പായസം, ഐസ്ക്രീം, പിന്നെ ഈ ചിക്കനും അതൊക്കെ ബീഫ് ഫ്രൈ അതൊക്കെ കഴിച്ചോളും. അതൊക്കെ മതി. അതൊന്നും വേണ്ട. വെജിറ്റബിൾ അതൊന്നും വേണ്ട. കൊണ്ടുപോയിട്ടുണ്ട്, ഇട്ടുകൊണ്ടിരിക്കുക. കാരണം അത് നമ്മൾ അവിടെ ഒരു ഷോ അല്ലേ, അപ്പോൾ അത് ഡെയിലി അത് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അത് ബോറടിക്കുമല്ലോ. വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് അലമാരി ഉണ്ടല്ലോ അവനുള്ളതാ. ആ അലമാരി നിറച്ച പാന്റും ഷർട്ടുമാണ് പിന്നെ വാങ്ങിച്ചോണ്ട് വരുന്നത്. അപ്പോഴൊന്നും പറയുന്നില്ല. നിങ്ങളോട് പോലും പറയുന്നില്ല. ഇവർക്കറിയില്ലെന്നേ ഉള്ളൂ. എന്തെങ്കിലും വഴക്ക് എനിക്കറിയാം, എന്നോട് പറയണ്ടേ. ഞാൻ ഡ്രസ്സെല്ലാം വാങ്ങിച്ചോണ്ട് വരുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തിനാ നിനക്ക് ഈ ഡ്രസ്സെല്ലാം? ആവശ്യമുണ്ടോ? ഈ ബിഗ് ബോസിൽ പോകുന്ന കാര്യം പറഞ്ഞില്ല. ഇടയ്ക്ക് എന്നോട് പറയും ഞാൻ ബിഗ് ബോസിൽ പോയി ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറയാം അവിടെ പോയി വഴക്കുണ്ടാക്കാൻ നീ പോകണ്ട, നിനക്ക് എന്നാ തൂത്ത് വരാൻ്റെ നിനക്ക് അറിയാവോ, നീ പോകണ്ടെന്ന് ഞാൻ പറയും. ഇപ്പം അതിപ്പോൾ എല്ലാം പഠിച്ചു. ഇപ്പം അതിൽ പോയി എല്ലാം പഠിച്ചു. നീ പോ
പോകണ്ട, നീ വഴക്കുണ്ടാക്കാൻ പോകണ്ട, എന്തിനാ വഴക്കുണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞേച്ച് ഞാൻ ഇരിക്കും. പോകുന്നതിന് തലേശി അവൻ പോകുന്നെന്ന് പറഞ്ഞത്. ശരി. അല്ല, അത് രഹസ്യമാക്കി വെക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ ആ, അച്ഛൻ അങ്ങനെ പറയാൻ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ അടുത്ത് പോലും രഹസ്യമാക്കി വെച്ച ഒരാളാ അല്ലേ? വെളുപ്പിന് 3 മണിക്ക് 4 മണിക്കകത്ത് ഞങ്ങൾ ഇറങ്ങണമെന്ന് വന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പൈസ ഒരു 2000 രൂപ എൻ്റെ കയ്യിൽ അന്നേരം ഉണ്ടായിരുന്നു. ആ 2000 രൂപ എടുത്തു കൊടുത്തു. താങ്ക് യു എന്നും പറഞ്ഞ് അത് സ്കൂളിൽ പോകുന്ന സമയത്തും എല്ലാം കോളേജിൽ പോകുമ്പോഴെല്ലാം പൈസ എന്തെങ്കിലും ഇങ്ങനെ ചിലവിന് ഫീസെല്ലാം കൊടുക്കേണ്ട കാര്യമില്ല. ബാക്കിയൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ ഇരിപ്പുണ്ട് എടുത്തോളാൻ പറഞ്ഞാൽ അവന് കണക്കൊന്നുമില്ല അവൻ്റെ ആവശ്യത്തിന്. അപ്പോൾ അവൻ്റെ കൂടെ പഠിക്കുന്ന വേറെ കുട്ടികൾ മറ്റേ ചേച്ചിയുടെ മോളോട് ചോദിച്ചു, നിങ്ങളുടെ അഭിഷേക് വലിയ പണക്കാരനാണോ, എപ്പോഴും അവൻ്റെ 500 നോട്ടാണല്ലോ എന്ന്. പുള്ളി പറയും ബാഗ് ഇരിപ്പുണ്ട് എടുത്തോളാൻ പറഞ്ഞാൽ ചില്ലറ കാണത്തില്ല, അവൻ 500 എടുത്തിട്ട് പോകും. പക്ഷേ ഒരു കാര്യം, അത്രയും ആ പൈസ കൊണ്ടുപോയിട്ട് അവനത് മറ്റു കാര്യങ്ങൾക്കൊന്നും ദുരുപയോഗപ്പെടുത്തിയില്ല, വഴിപഴച്ച് പോയില്ല. അത് വളരെ സന്തോഷം. വഴിപഴക്കാൻ ഏറ്റവും നല്ല സാഹചര്യത്തിലായിരുന്നു ഇവർ നിന്നത്. അപ്പൂപ്പനെയും അമ്മൂമ്മയും ഒക്കെ ആൾക്കാർക്ക് കളിപ്പിക്കാം, സുഖമായിട്ട് പറ്റും. ഒരു ആവശ്യത്തിന് പൈസ അവൻ എടുത്തിട്ട് പോവാം കിട്ടുന്നുണ്ട്. എങ്കിലും അതൊന്നും അവൻ ദുരുപയോഗപ്പെടുത്തിയില്ല. പറയുന്നുണ്ട്. അവൻ്റെ ആവശ്യം അത് ഞാൻ 500 വെച്ച് എടുത്തോണ്ട് പോയോളാം. അത് മൊത്തം കഴിക്കുക കൂട്ടുകാരും കൂടിയിട്ട്. ഞാൻ എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ പറയാം, ഒരു 600 രൂപയ്ക്ക് എൻ്റെ മൊബൈലിൽ നിന്ന് ഫോൺ ചാർജ് ചെയ്യുക. കുത്തി ചാർജ് ചെയ്തിട്ടെന്ന് പറയും. 2 ദിവസം കഴിയുമ്പോൾ പറയും, പപ്പ പൈസ തന്നില്ല. അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പൈസ തന്നില്ല. പിന്നെ ഞാൻ കൊടുക്കും. ഏതായാലും മോനുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ മോളുടെ ഒരു വിടവ് നഷ്ടപ്പെട്ടത്, അതൊന്നും ആ വേദനയൊന്നും മാറി കിട്ടുന്നുണ്ട്. അത് നല്ലൊരു മോനായതുകൊണ്ട്. ഒരു തലവേദനയായി മാറിയിരുന്നെങ്കിൽ അത് അതിനെക്കാട്ട് ദുഃഖമായി. ഏതായാലും നിങ്ങൾക്ക് സമാധാനിക്കാം. അമ്മയുടെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ നേർവഴിക്ക് ഇങ്ങനെ പോയതും. ഏതായാലും ചേട്ടനൊക്കെ രാവിലെ ഇറങ്ങുമ്പോൾ മിക്കവാറും ചിലപ്പോൾ ഞാനിങ്ങനെ കട്ടിലെ പോയി നോക്കാം. ഇപ്പം പോയ കാര്യം ഓർക്കുന്നില്ല. അവൻ്റെ റൂമാണ്. അപ്പോഴാണ് വിചാരിക്കാൻ അഭിഷേകം ഇവിടെ ഇല്ലല്ലോ എന്നുള്ളത്. ഇപ്പോഴും അറിയാതെ പോയി നോക്കും. അപ്പൊ ചിലപ്പോൾ ചെല്ലുമ്പോ ഒരു തലയാണയുണ്ട്. ആ തലയാണ് ചുരുട്ടി പിടിച്ച് ഇങ്ങനെ കിടക്കണ. ചുരുട്ടി പിടിച്ച അത് ഞാൻ ചിലപ്പോഴൊക്കെ അവനും ഇല്ലല്ലോ. അപ്പൊ ഇനി അത് കാണണമെങ്കിൽ 100 ദിവസം കഴിഞ്ഞ് ട്രോഫിയൊക്കെ ആയിട്ട് വരട്ടെ, അതിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അപ്പൊ അമ്മയുടെ ആത്മാവ് കൊണ്ട് ഡെയിലി അഭിഷേകിനെ സംബന്ധിച്ച് വളർച്ചയാണ്. ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം കൂടുതൽ അമ്മമാർ ഇഷ്ടപ്പെടുന്നു. ഏതായാലും നിങ്ങളോട് ഞങ്ങൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇവരോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ കുറച്ച് ഇതൊക്കെ പറയണേ. അപ്പോൾ അത് ചോദിക്കല്ലേ എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തായാലും ഇന്റർവ്യൂ തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് ശക്തമായിട്ടൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം അഭിഷേകിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന അഭിഷേക് ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ, ഒരു നല്ല സ്വഭാവമുള്ളൊരു പയ്യനെ കാണുമ്പോൾ അവൻ്റെ പിന്നിൽ അവൻ്റെ അനുഭവിക്കുന്ന വേദന പറയുമ്പോൾ അത് അവൻ പറയുന്നില്ലെങ്കിൽ അവരിൽ നിന്നെങ്കിലും നമുക്ക് അറിയാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും ഒരു നല്ല പയ്യനെ നിങ്ങൾ വാർത്തെടുത്തു. നല്ല സന്തോഷം. എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഇങ്ങനെ ഒരു നല്ല കുഞ്ഞിനെ അപ്പൂപ്പനും അമ്മമ്മയും കൂടി വളർത്തി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്വഭാവമാക്കി വളർത്തിയതിന് ഭയങ്കര സന്തോഷം. ഏതായാലും എല്ലാ അനുഗ്രഹങ്ങളും നല്ല മനുഷ്യനാണ് ശ്രീമാരായിട്ട്. ഞങ്ങൾക്കത് വളരെ നാളുകൾ ഞങ്ങൾ അടുത്ത കാലത്താണ് പരിചയപ്പെട്ടത്. പക്ഷേ അപ്പം അറിയാം നല്ല മനുഷ്യനാണ്. അപ്പൊ ഈ മനുഷ്യത്വവും നിങ്ങളുടെ ആ ഒരു നല്ല നിർമ്മലമായ ഹൃദയവും ഒക്കെ അതൊക്കെ നിങ്ങൾക്ക് ദൈവം കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മോനെ ട്രോഫി വാങ്ങിച്ചിട്ട് വരാൻ കഴിയും എന്ന് ഞങ്ങൾ വിചാരിക്കുക.